ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും? എന്താ വിശേഷം? നല്ല ആവി വറുക്കുന്ന പുട്ട് കണ്ട. ഇന്നിപ്പോൾ അതാന്നിട്ടാ പുട്ടും ചെറുപയർ കറിയും. സാധാരണ ചെറുപയർ കറി ഞാൻ 2 പച്ചമുളക്, ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാണ്ട് വേവിച്ചിട്ട് ഒന്നുകിൽ അങ്ങനെ മാത്രം, അല്ലെങ്കിൽ തേങ്ങ അരച്ച് ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ പുട്ട് കുറച്ച് എരിവെല്ലാം കുറഞ്ഞ് കഴിഞ്ഞാൽ പുട്ട് കഴിക്കാൻ തോന്നാത്ത പോലെ ആവുന്നു. അപ്പോൾ ഞാനിന്നൊന്ന് മാറ്റി വെച്ച് നോക്കിയതാണ് ചെറുപയർ കറി. ആദ്യം ചെറുപയർ ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച്, പുതിർത്താത്ത ചെറുപയറാകുമ്പോൾ 5-6 വിസിൽ എന്തായാലും വേണം കേട്ടോ. അത് വേവിച്ചെടുത്ത് പിന്നെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ഒന്ന് വഴറ്റി, ഒരു തക്കാളി ഇട്ട് അതും വഴറ്റിയിട്ട് കുറച്ച് ഉപ്പിട്ട് പിന്നെ ഈ വേവിച്ച് ചെറുപയർ ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിന്. നല്ല ടേസ്റ്റ് കറി, പുട്ടിന് അടിപൊളി മാച്ച്. ഇവിടുത്തെ കുഞ്ഞുമക്കൾക്ക് വരെ നല്ലോണം ഇഷ്ടമായിന്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഇതുപോലെ ചെറുപയർ കറി വെച്ചിട്ട് പുട്ടിന്. പിന്നെന്താ, തേങ്ങാപ്പാൽ ഞാൻ തേങ്ങ ചിരണ്ടി എടുത്ത പിഴിഞ്ഞാക്കിയതല്ല, കോക്കനട്ട് പൗഡർ കലക്കി ഒഴിച്ചതാണ് കേട്ടോ. പിന്നെ അതുപോലെ പുട്ടിന് ഞാൻ കുഴച്ചാൽ ഒരു 10-20 മിനിറ്റ് കുഴച്ച് വെക്കും. കുഴക്കുമ്പോൾ അതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടാണ് കുഴക്കുക കേട്ടോ. പുട്ട് ചുടുമ്പോൾ തേങ്ങ ഇടും, കുഴക്കുന്നതിലും കുറച്ചിടും. അഥവാ ചില സമയത്തെല്ലാം രാവിലെ ഞാൻ പുട്ടിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാത്രി ചിലപ്പോൾ കുഴച്ചിട്ട് ഫ്രിഡ്ജിലെല്ലാം വെക്കും. ആ കുഴച്ചിട്ട് കുറച്ച് സമയം വെക്കുന്നിടത്തോളം നല്ല സോഫ്റ്റ് പുട്ടാവില്ലേ. അതുകൊണ്ട് ഇതെല്ലാം നല്ല ടേസ്റ്റ്. പൊടിയും പുട്ടുപൊടി പാക്കറ്റ് വാങ്ങുന്നതാണ്. കറിയും നല്ല മാച്ച് കറി. എന്താ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെറുപയർ കറി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെന്താ, വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ? ഒന്ന് ലൈക്കെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും സബ്സ്ക്രൈബെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം. പിന്നെ അതുപോലെ പുട്ട് നല്ല ചൂടോടെ എടുത്തിട്ട് അതിൽ കുറച്ച് പശു നെയ്യാക്കിയിട്ട് ഇവരെല്ലാം കഴിക്കും. അതാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാന്ന് പറയുന്നത്. ഞാൻ കഴിക്കലില്ല. പഴവും കൂട്ടലുണ്ട് ചില സമയത്ത്. ഇല്ലെങ്കിൽ ഈ ആവി വറുക്കുന്ന പുട്ടിലേക്ക് കുറച്ച് നല്ലോണം പശു നെയ്യ് ഒഴിച്ചിട്ട് അത് മാത്രം അങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാന്ന് പറയുന്നു. ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.